നമ്മളിന്ന് മഷ്റൂം വെച്ചിട്ട് തോരൻ ഉണ്ടാക്കാൻ പോണേ. മഷ്റൂം ഞാൻ ഓരോന്നായിട്ട് എടുത്ത് വെള്ളത്തിൽ കഴുകാനിട്ടേക്കുവാണ്. ഇനി നമുക്കിത് അരിഞ്ഞെടുത്തിട്ട് തോരൻ്റെ കൂട്ടൊക്കെ കാണാം. അപ്പോൾ അതെ, നമ്മുടെ മഷ്റൂം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് മറ്റേ ചെറിയ ചിപ്പിക്കൂണില്ലേ, അതാണ് കേട്ടോ. അത് ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും സാധനങ്ങളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു 2 പച്ചമുളക്, പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം, വലിയ ജീരകമില്ല അത്, പിന്നെ ഇത്രയുള്ളൊരു അല്ലി ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 10 ചെറിയ അല്ലി വെളുത്തുള്ളി ആയതുകൊണ്ട് ഒരു 10 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് തേങ്ങ. ആദ്യം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ജീരകവും കൂടെ ഒന്ന് ചതച്ചെടുക്കണം. അത് ചതച്ചെടുത്തിട്ട് നമുക്ക് ബാക്കി തോരൻ വെക്കുന്നതിലേക്ക് കയറാം. തോരൻ വെക്കാനായിട്ട് പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിക്കും കേട്ടോ. എണ്ണ ഒഴിച്ചു. കടുക്, പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് പച്ചമുളകും കരിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കരിവേപ്പില അതും കൂടെ ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മൾ കരിവേപ്പിലയും പച്ചമുളകും കടുകും കൂടെ താളിച്ചെടുത്തതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ജീരകം അതിട്ട് കൊടുക്കാവേ. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാവേ. ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടു. ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ജീരകവും. ഇനി നമുക്കതിലേക്ക് നമ്മുടെ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന സവോളയും ആ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. വേറെ നമ്മൾ ഇതിനകത്ത് കുരുമുളകാണ് ചേർക്കണം. അത് കാരണം 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. ഇനി സവാള ഒന്ന് വരണ്ട് വന്നതിന് ശേഷം ലാസ്റ്റ് നമുക്ക് കൂണിട്ട് കൊടുക്കാം. ഇനിതാ നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. പൊടികളായിട്ട് സവാള വാടാൻ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, കുരുമുളക് പൊടി അതുപോലെ 1 ടീസ്പൂൺ. ഇതെല്ലാം ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. ഈ സവാളയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ട് ചെറുതായിട്ടൊന്ന് സവാള വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് കൂണിട്ട് കൊടുക്കാം, മഷ്റൂം ഇടാം. അപ്പോൾ ഇനി നമുക്ക് എന്തായെന്ന് നോക്കാം. സവാള എന്തായെന്ന് നോക്കാം. സവാളയൊക്കെ ഒരുവിധം വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ചിപ്പിക്കൂണിടാം. ബാക്കി വേകാനുള്ള സവാള ഈ കൂണിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിയിട്ടിരുന്ന് വെന്തോളും. ഇതിപ്പോൾ 2 ബോക്സ് മഷ്റൂം ഉണ്ടായിരുന്നു കേട്ടോ. ഓൾറെഡി നമ്മൾ ഒരിക്കൽ ഇതുപോലെ ഒരെണ്ണം മേടിച്ചിട്ട് വെന്ത് വന്നപ്പോഴത്തേക്ക് ഇച്ചിരി ആയിപ്പോയി, തികഞ്ഞില്ല വെച്ചിട്ട്. അപ്പം ഞങ്ങൾ ഇത്തവണ ബുദ്ധിപൂർവ്വം 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി ഉപ്പ് നോക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇളക്കി എടുത്തിട്ടുണ്ട്. ഒന്ന് ഉപ്പ് നോക്കട്ടെ കേട്ടോ. കുറച്ചുകൂടെ ഉപ്പ് വേണ്ടി വരും. ഇനി ഒന്ന് ഇളക്കി നമുക്ക് അടച്ചു വെച്ച് മഷ്റൂം വേകുന്നവരെ വെയിറ്റ് ചെയ്യാം. മഷ്റൂം ഇപ്പോൾ വേഗം വേകും.
അതിൽ നിന്ന് ആ വെള്ളമൊക്കെ ഇറങ്ങി വരുമ്പോഴത്തേക്കും അതൊന്ന് സെറ്റാവും. ചെറിയ മറ്റേ ചിപ്പിക്കൂണല്ലേ, അപ്പോൾ വേഗം വെന്ത് കിട്ടും. ഇങ്ങനെ ഒതുക്കി വെച്ച് അടച്ച് വെച്ച് വേവിക്കാം. ഇനി നമുക്ക് നോക്കാം കേട്ടോ, ആയിക്കാണ്. ഇടയ്ക്ക് ഞാനൊന്ന് സിമ്മിൽ നിന്ന് മാറ്റി തീ ഒന്ന് കൂട്ടി വെച്ചായിരുന്നു, ആ ഉള്ള വെള്ളം ഒന്ന് മാറ്റാനായിട്ട്. എന്നിട്ട് ഒതുക്കി വെച്ച കേട്ടോ. എടുത്താ ഇതിപ്പോ കുരുമുളകും പച്ചമുളകും മാത്രം ഉള്ളത് കേട്ടോ. അതാ ഈ ഇങ്ങനെ ഒരു കളറ്. പിന്നെ ഈ മുളക് പൊടിയൊക്കെ ചേർക്കാം. ഞാനിപ്പോ മൊത്തം കുരുമുളകിന്റെ പരിപാടിയാ, കുരുമുളകും പച്ചമുളകും മാത്രം. അങ്ങനെ നമ്മുടെ മഷ്റൂം തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ തോരൻ. കണ്ടില്ലേ, സൂപ്പർ അല്ലേ? കഴിച്ചു നോക്കി കേട്ടോ, ഞാൻ കഴിച്ചു നോക്കി ഇടയ്ക്ക്. എനിക്ക് തുറന്നപ്പോൾ ഞാൻ എടുത്ത് കഴിച്ചു നോക്കി. സൂപ്പർ. സെയിം നമ്മുടെ കണവത്തോരന്റെ അതേ ടേസ്റ്റ്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ തോരൻ റെസിപ്പി. തോരൻ റെസിപ്പി അല്ല, നമ്മുടെ ഈ മഷ്റൂം തോരൻ. ഞാൻ ഈ രീതിക്ക് കേട്ടോ ഉണ്ടാക്കണേ. ഇങ്ങനെയാണ് എന്റെ തോരൻ, മഷ്റൂം തോരൻ. കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ മഷ്റൂം തോരൻ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.